ഇന്ന് ഒരു പ്രോൺസ് ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോൺസ് ഫ്രൈ. ഞാനിപ്പോൾ അതിലേക്കായിട്ട് ഇവിടെ കുറച്ച് പ്രോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള പ്രോൺസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ വെയിൻ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലോണം ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് ആദ്യം കുറച്ച് നേരം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി, നമ്മുടെ ഉണക്കമുളക് ചതച്ച ചില്ലി ഫ്ലേക്സ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് കുറച്ച് നേരം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന ചെമ്മീനിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ച് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് എരിവിനായിട്ട് നമ്മൾ ഇട്ടേക്കുന്നത്. മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു വെച്ചിരുന്ന പ്രോൺസ് ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നാടൻ ഡിഷ് ആയതുകൊണ്ട് നമുക്കത് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ പ്രോൺസ് ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചതച്ച വെളുത്തുള്ളിയൊക്കെയല്ലേ ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ നമ്മൾ പ്രോൺസ് എല്ലാം പറക്കിയിട്ടതിന് ശേഷം ഈ വെളുത്തുള്ളി ചതച്ചതും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും നമ്മൾ ഈ പ്രോൺസിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. എല്ലാം അതുപോലെ ചതച്ച മുളകും നമ്മൾ മാരിനേറ്റ് ചെയ്ത എല്ലാം അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് ഈ പ്രോൺസ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നമുക്കിനി ഇത് ഒരു വശം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇനി നമ്മൾ ഈ പ്രോൺസ് ഫ്രൈയിലേക്ക് ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാൽ, അതായത് 1-ാം പാൽ. അപ്പോൾ അതൊരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമുണ്ട്. ആ തേങ്ങാപ്പാലിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ പ്രോൺസ് ഒരു വശം ഫ്രൈ ആയതിനു ശേഷം മറിച്ചിട്ട് രണ്ടാമത്തെ വശം കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം അതിനകത്തേക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര ഫ്രഷ് അല്ല. ഞാനതിപ്പോൾ ചെറിയ പീസസ് ആക്കിയിട്ട് ഞാനിപ്പോൾ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വയ്ക്കുക. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് മതി, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന പ്രോൺസിൻ്റെ ഒരു സൈഡ് ഒന്നായിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിൻ്റെ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെല്ലാം അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു 2 മിനിറ്റ് കുക്ക് ചെയ്ത് ആ സൈഡും കൂടെ ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ തേങ്ങാപ്പാലിൽ കിടന്ന് തേങ്ങാപ്പാൽ നല്ലോണം വറ്റി എണ്ണ തെളിയുന്ന വരെ നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഫ്രഷ് കറിവേപ്പില യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ഏറ്റവും കട്ടി തേങ്ങാപ്പാൽ 1-ാം പാൽ തന്നെ ഉപയോഗിക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ എടുക്കുക. അത് ഉപയോഗിച്ചാലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ചെമ്മീനെ ഇപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. 1/4 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിൽ ഇത് കിടന്ന് ഒന്ന് വെന്ത് നല്ലോണം ഈ തേങ്ങാപ്പാൽ വറ്റി എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി തേങ്ങാപ്പാൽ മുഴുവനും നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജാണ് ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, കുറച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി അതും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കിടന്നൊന്ന് കുറച്ച് നേരം ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ തെളിഞ്ഞ് വരണം, അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു സ്റ്റേജ്. ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്, എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് ഫ്രൈ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നിന്നിട്ടുണ്ട്. അത് കണ്ടോ, ഇതുപോലെ നമുക്ക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഏകദേശം റെഡിയാണ്. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഇട്ട് ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ഫ്രൈ ആണിത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വെളിച്ചെണ്ണ അത് നമ്മുടെ തേങ്ങാപ്പാൽ വറ്റിയപ്പോൾ വന്ന വെളിച്ചെണ്ണയാണ്. നമ്മൾ കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നില്ല. തുടക്കം നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉള്ളത് നമ്മുടെ ഈ തേങ്ങാപ്പാൽ വറ്റി വന്നപ്പോൾ ഉള്ള വെളിച്ചെണ്ണയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്